ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പാട്ട് വിശേഷത്തിന്റെ മ്യൂസിക് തെറാപ്പിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 122ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഓർക്കുന്നത് സലീൽ ചൗധരിയാണ്. അദ്ദേഹത്തിന്റെ 100ാമത്തെ ജന്മ ദിവസവുമായി വർഷവുമായി ബന്ധപ്പെട്ടൊക്കെ തീർച്ചയായിട്ടും ഒത്തിരി ആഘോഷങ്ങൾ നടക്കുന്നു. 19-നായിരുന്നു. അതിനുശേഷം വന്ന ആഴ്ചയിൽ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ടുമായിട്ട് മനോജ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. മനോജ് സാറിനെ ഞാൻ ക്ഷണിക്കാൻ ആദ്യം. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. സംഗീതത്തിലെ 7 സ്വരങ്ങളിൽ ഒരെണ്ണം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് സലിൽദായുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് സംഗീത ചക്രവർത്തി നൌഷാദ് അലി എഴുതിയത്. അദ്ദേഹം സലിൽദായെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: സലിലിന്റെ സംഗീതത്തിൽ എക്കാലവും തങ്ങി നിൽക്കുന്ന ഒരു മൗലികതയുണ്ട്. വളരെ കുറച്ച് കമ്പോസർമാർക്ക് കിട്ടാവുന്ന വ്യക്തിത്വം അദ്ദേഹത്തിന് കൈവരുവാൻ ഈ മൗലികത ഏറെ സഹായിച്ചിട്ടുണ്ട്. 1995 സെപ്റ്റംബർ 5-ന് സലിൽ ചൗധരി തന്റെ ഈണങ്ങൾ അവസാനിപ്പിച്ച് യാത്രയായി. തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിൽ സലിൽ ചൗധരിയുടെ അവസാനത്തെ ഈണത്തിനു വേണ്ടി ONV എഴുതിയ ഗാനങ്ങളിൽ ഒന്നിന്റെ വരികൾ ഇതായിരുന്നു: ആ കൂട്ടുകെട്ടിന്റെ ഒരു വിടവാങ്ങൽ പോലെ. വരവേൽക്കയായി ഏകാന്ത വീഥി, പഥിക വരൂ വരൂ, പകലും മറഞ്ഞു, സ്നേഹാർദ്രമൂകം വിട പറയാൻ നിൻ പിന്നിൽ നീളും നിറമിഴിയേതോ. അപ്പോൾ ഇതായിരുന്നു സംസ്ഥാനം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ജോസഫ് ജോൺ സാറിലേക്ക് തീർച്ചയായിട്ടും സലീൽ ചൗധരിയുടെ ഓർമ്മകളിലൂടെ നമുക്ക് പോകാം. ജോസഫ് സാർ. നമസ്കാരം. ഇറ്റ് വാസ് എ മാഗ്നിഫിസന്റ് പീസ് എന്നാണ് പറയുക. ഞാൻ അത്രയ്ക്ക് മനോഹരമായിട്ട് മനോജ് കുമാർ സാർ അത് അണിയിച്ചൊരുക്കി എന്നുള്ളതാണ്. സൂപ്പർ. ഒരു ട്രിബ്യൂട്ട് തന്നെയാണ്. ഇതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. കുറിച്ച് പറയാം. നമുക്കറിയാം, അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്ത് നിന്നും വരുന്ന ആളാണ്. ഏത് സംസ്ഥാനമാണ്? ഏത് സ്റ്റേറ്റിലാണ്? പശ്ചിമ ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ. അവിടെ നിന്നും തേനൂറുന്ന ഈണവുമായി കേരളത്തിലേക്ക് വിരുന്നു വന്ന സംഗീതജ്ഞനാണ് സലീൽ ചൗധരി. അദ്ദേഹം ഹിന്ദി, ബംഗാളി സിനിമകൾക്ക് വേണ്ടി ധാരാളം ഗാനങ്ങൾ ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മുടെ രാമു കാര്യായിട്ട് ചെമ്മീൻ എടുക്കുന്ന സമയം, 65-ല് അല്ലേ. അപ്പോൾ വ്യത്യസ്തത വേണം എന്നുള്ളൊരു വാശി. അതുകൊണ്ട് ആണ് സലിൽദയെ രാമു കാര്യായിട്ട് നേരത്തെ അറിയാം. അദ്ദേഹത്തിന് മാത്രമേ മലയാളത്തിൽ കൂടുതൽ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ളവർ അത്ര അതിനോടൊരു ആഭിമുഖ്യം കാണിച്ചില്ല. ഈവൻ തകഴി, വയലാറും ഒക്കെ പോലും ഇതിൽ ഈ ഒരു പരീക്ഷണം വേണോ എന്നൊരു സംശയത്തിലായിരുന്നു. പക്ഷേ രാമു കരിയാട്ടിന്റെ നിർബന്ധം നോക്കൂ. ആ ഒരു ചെമ്മീൻ എന്നുള്ള സിനിമയിലെ എത്ര ഗാനങ്ങളാണ്? 4 ഗാനങ്ങൾ അല്ലേ. ആ 4 ഗാനങ്ങളില്ലാതെ ആ സിനിമയെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം ആ സിനിമയ്ക്ക്
സലിൽദ അദ്ദേഹത്തിന്റെ സംഗീതം കൊണ്ട് സിനിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുകയാണ് ചെയ്തത്, ഇല്ലേ? ഓരോ പാട്ടും നമുക്കറിയാം. ഏതാണ്? മാനസമൈനെ വരുവനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കടലിനക്കരെ പോണവര്, പുത്തൻ വലക്കാര്, പെണ്ണാളേ പെണ്ണാളേ, അങ്ങനെ ചെമ്മീനിലെ പാട്ടുകൾ എത്രയോ. അതിനുശേഷം സലിൽദയെ മലയാളികൾ അങ്ങനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഒരു 3 വർഷത്തേക്ക് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും 7 രാത്രികൾ എന്ന സിനിമ രാമു കരിയാട്ട് തന്നെ എടുത്തപ്പോൾ അവിടെ സലിൽദയെ വിളിക്കുന്നത്. അവിടെയും വയലാർ തന്നെയായിരുന്നു ഗാനരചന. അവിടെയും എത്രയോ മനോഹരമായ ഗാനങ്ങൾ. 73-ൽ സ്വപ്നം എന്ന ചിത്രത്തിൽ ONV ചേർന്ന് ONV രചിച്ച എത്രയോ ഗാനങ്ങൾ. അതിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ സൗരയുധത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധികമാണി ഭൂമി. ആരും പഴയതാണ്, വാണി ജയറ, അല്ലേ? മാനേ മാനേ വിളി കേൾക്കൂ, മഴവിൽ കൊടിക്കാവടി അഴകു വിടർത്തിയ ആ ഒരു പാട്ട്. അത് സലിൽദയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെ പോയാലും ആ പ്രദേശത്തെ സംഗീതവുമായിട്ടൊന്ന് ഇടുക്കിച്ചേരും. ആ പ്രാദേശിക സംഗീതം. അങ്ങനെ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഒരു കഥകളിപ്പദം അദ്ദേഹം കേൾക്കുകയുണ്ടായി. അതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. മഴവിൽ കൊടിക്കാവടി അഴകു വിടർത്തിയ ആ പാട്ട്. അതിൽ വീണ്ടും പാട്ടുകൾ, നീ വരൂ കാവ്യദേവതേ, മാതളപ്പൂ പോലൊരു മനസം ഞാൻ ഇന്നു കണ്ടു. കാരണം ഈ മലയാളത്തിലെ ആ പദങ്ങൾക്ക് ആ കാവ്യാത്മകത നഷ്ടപ്പെടാതെ സംഗീതം ഇഴുകിച്ചേർക്കാൻ സലിൽദയ്ക്കുള്ള പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗാനങ്ങളൊന്നും മറക്കാത്തത്. മധുരോത്സവത്തിലെ പാട്ടുകൾ നോക്കൂ, മേലെ പൂമല, പിന്നെ സന്ധ്യേ കണ്ണീരിതന്തേ സന്ധ്യേ, എസ് ജാനകിയുടെ ഈ മലർക്കന്യകൾ മാരനുദേദിക്കും പ്രേമമെന്ന തേനില്ലേ, അതിലൊരു തുള്ളി ഒരു തുള്ളി. ഇനി മാടപ്രവേവ, നീ മായും നിലാവോ എന്നുള്ള പാട്ടുകൾ. അങ്ങനെ സ്വപ്നം 73-ല് സാഗരമേ ശാന്തമാനീ, എന്ത് ഫീലാണ് പാട്ട്. സാന്ധ്യരാഗം മായുന്നിക, ആ ഒരു വിരഹം ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. അപ്പൊ മലയാളി മനസ്സിന് ഇണങ്ങുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനം എന്നുള്ളത് നമുക്കറിയാം. ഓർമ്മകളെ കൈവള ചാർത്തി ശ്യാമമേഘമേ നീയൻ പ്രേമം. അങ്ങനെ വയലാറും ചെമ്മീനിലെ ഗാനങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു 7 രാത്രികളിൽ ഒന്നിച്ചു. പിന്നെ നെല്ലിലെ പാട്ടുകള്, നെല്ലെന്ന സിനിമ കേൾക്കുമ്പോൾ ഒരു പാട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അതേതാന്ന് പറയാമോ? കദളി. വെരി ഗുഡ്, വെരി ഗുഡ്. കദളി ചെങ്കദളി, അത് കൺകദളി പൂവേണോ. അത് പാടിയതും ലതാ മങ്കേഷ്കറാണ്. അതും വളരെ മനോഹരമാണ്. നെല്ലിൽ വേറെ പാട്ടുകളുണ്ട്. നീലപ്പൊന്മാന്, കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മതപ്പൂ, അങ്ങനെ ഒരു പാട്ടുണ്ട്. ചെമ്പ ചെമ്പ കുറുമ്പ എന്ന് പറഞ്ഞൊരു പാട്ട്. രാസലീല എന്ന സിനിമയില് ആയില്യം പാടത്തെ പെണ്ണ്, മണിക്കലത്തത്തേ മറക്കൂടത്തത്തേ നല്ല മംഗലാതിര രാത്രി, അങ്ങനെയുള്ള പാട്ട്. പിന്നെ നിശാസുരഭികൾ, അതൊന്ന് പാടുന്നുണ്ടെന്ന് തോന്നുന്നു. വസന്തസേനകൾ, രാഗം എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറെ പാട്ടുകളുണ്ട്. എല്ലാത്തിലും കൂടി പോകാൻ സമയമില്ല, അന്നേരം നമുക്ക് പാടാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. നീലപ്പൊന്മാൻ, കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന തെയ്യം തെയ്യം താരേ, അങ്ങനെ ഒരു പാട്ട്. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മ ആ പാട്ടുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ആ ഒരു പ്രത്യേകത. പി ഭാസ്കരന്റെ സിനിമയ്ക്ക് പി ഭാസ്കരന്റെ വരികൾക്ക് എഴുതിയിട്ടുണ്ട്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഗാനങ്ങൾക്ക് വിഷുക്കണി, ഏതോ ഒരു സ്വപ്നം, പുതിയ വെളിച്ചം എന്നീ സിനിമകൾക്ക് നീലപ്പൊന്മാൻ. വയലാറിന്റെ വിയോഗം നമുക്കറിയാം.
ആ, തുലാവർഷം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനരചന നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്താണ്. 2 പാട്ടുകളാണ് വയലാർ ആ സമയത്ത് എഴുതി തീർക്കാൻ പറ്റുള്ളൂ ആ സിനിമയ്ക്ക് വേണ്ടി. കേളി നളിനം, അത് പിന്നെ യമുനെ നീ ഒഴുകും. മലയാള ഭാഷയെ ഈണത്തിന്റെ ചട്ടക്കൂട്ടിൽ തിരികെ കയറ്റി ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ ഇദ്ദേഹത്തിനോടുള്ള വിമർശനം. പക്ഷേ ആ വിമർശകർ പോലും അദ്ദേഹത്തിന്റെ ആരാധകരായി തീർന്നു എന്നുള്ളതാണ് പ്രത്യേകത. 1953 ആദ്യം ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സംഗീത സംവിധാനം ചെയ്യുന്നത്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക വേദിയായിരുന്ന ഇറ്റയിലൂടെയാണ് കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അദ്ദേഹം ഈ ഏത് പ്രദേശത്തായാലും ആ ഒരു പ്രാദേശിക സംഗീതത്തിന്റെ ഒരു അംശം അദ്ദേഹം ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ലക്ഷണമാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഔട്ട്കം എന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹം ചെറുപ്പത്തിലെ യുവാവായിരിക്കുമ്പോഴും കുട്ടിയായിരിക്കുമ്പോഴും ഒക്കെ കാർഷിക മേഖലയിലായിരുന്നു. അതുപോലെ ആസാമിലെ തേയില തൊഴിലാളികളുടെ ഇടയിലും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു ഡോക്ടറായിരുന്നു അവിടെ, അതുകൊണ്ടാണ് അവിടെ ആയിരുന്നത്. അപ്പോൾ ആ കാർഷിക മേഖലയിൽ ആയിരിക്കുമ്പോൾ ആ പ്രകൃതിയുടെ സൗന്ദര്യവും കൃഷിക്കാരുടെ പാട്ടുകളും പ്രകൃതിയിലെ കിളികളെ പക്ഷികൾ ഇതിൻ്റെയൊക്കെ ശബ്ദവും ഈണവും ഒക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെ രൂപപ്പെടുത്തിയത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ പാശ്ചാത്യ സംഗീതം വളരെ ഇഷ്ടപ്പെട്ടിരുന്നയാളാണ്. അദ്ദേഹം പാശ്ചാത്യ സംഗീതത്തിന്റെ കാസറ്റുകൾ, CD-കൾ പ്ലേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അച്ഛൻ. അപ്പൊ അതെല്ലാം കേട്ടും ഈ പ്രകൃതിയുടെ സംഗീതവും ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് നമ്മുടെ സലീൽദായുടെ സംഗീതം രൂപപ്പെട്ടു വന്നത് എന്നൊന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് സംഗീതത്തിൽ മൊസാർട്ട് ആയിരുന്നു. എവിടെയായാലും അവിടുത്തെ ഫോക്ക് സംഗീതവുമായി അദ്ദേഹം ആത്മബന്ധം പുലർത്തിയിരുന്നു. ഓക്കെ, 158 സിനിമകൾക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഹിന്ദി 75 സിനിമയാണ്, മലയാളത്തില് 27 സിനിമകൾക്ക് സംഗീതം. ഒത്തിരി പാട്ടുകളാണ്, കുറേ പാട്ടുകളാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അദ്ദേഹം 1995 വീണ്ടും ഇവിടെ വന്നു ONV-യുടെ വരികൾക്ക് സംഗീത സംവിധാനം ചെയ്യാനായിട്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിരുന്നു. വളരെ ക്ഷീണിതരായിരുന്നു. അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ച വളരെ വികാര നിർഭരമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെലഡിയുടെ പൂക്കാലം നമുക്ക് സമ്മാനിച്ച സലീൽദാ 1995 സെപ്റ്റംബർ 5 73-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജന്മദിനം പറഞ്ഞിരുന്നല്ലോ, 1922 നവംബർ 19. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം അതിനു വേണ്ടി എടുക്കുക. നവംബർ 19 ആയപ്പോൾ ഒരു 100 വർഷം അല്ലേ തികയുക. 1922 നവംബർ 19 ജനനം. ഓക്കെ, അപ്പോൾ 73 വയസ്സ് വരെ ഇവിടെ ജീവിച്ചു. വായിച്ചു കളയാൻ പറ്റാത്ത സംഗീതം ഇന്ത്യൻ സംഗീതത്തിന് നൽകി. അതിൽ നമ്മൾക്കും അഭിമാനിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ നമുക്ക് ഒരു നല്ലൊരു സംഭാവന അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതിൽ. അങ്ങനെ അവസാനം കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാറ്റിലും കടലിലും എല്ലാത്തിലും സംഗീതം കണ്ട ആ ഒരു മഹാനുഭാവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു 73-ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തിന് 3 പെൺമക്കള്, ആദ്യത്തെ ഭാര്യയിൽ 3 പെൺമക്കള്, പിന്നെ 2 പെൺമക്കള് 2 ആൺമക്കള്. അതില് അവസാനം വന്നപ്പോ അവസാനം ONV-യുടെ ഗാനത്തിന് സംഗീതം നൽകാൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ മകൾ കൂടെ ഉണ്ടായിരുന്നു, അന്തര. അദ്ദേഹത്തിന് ക്ഷീണിതനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്തരയാണ് അത് പകർത്തി എഴുതാനും അദ്ദേഹത്തെ സഹായിക്കാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് എന്നും പറയുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് പോകാം. ഓവർ ടു ഷാബു സാർ കൂടെ വരൂ. യെസ്, സലീൽ ചൗധരിയുടെ എപ്പിസോഡ് വരുമ്പോ ഇങ്ങനെ വരാതിരിക്കും? ഒരു രക്ഷയില്ല. സലീൽ ചൗധരി എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവര് തന്നെ. ഇപ്പൊ ജോസഫ് ജോൺ സാറും അതുപോലെ തന്നെ മനോജ് സാറൊക്കെ പറഞ്ഞ പോലെ ഒരു പാട്ട് പോലും മാറ്റിവെക്കാനില്ല, ഒരു പാട്ട് പോലും. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാൽ അറിയാം നമുക്ക് സലീൽ ചൗധരിയാണ് ഈണം പകർന്നത് എന്നറിയാം.
അത്രയും ഈ ബംഗാളി ഫോക്കിലത്തെ ഇനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ കുറെ അദ്ദേഹം ഇവിടേക്ക് പകർത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം സലിൽ ചൗധരിക്ക്, അതായത് നമ്മുടെ ഗാനഗന്ധർവ യേശുദാസിനെ ഹിന്ദിയിലേക്ക് എൻട്രി കൊണ്ടുപോകുന്നത് സലിൽ ചൗധരിയാണ്. ചെമ്മീനിൽ അദ്ദേഹം വന്ന് യേശുദാസിനെ കൊണ്ട് പാടിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കണം, ദാസരനോട് ചോദിക്കുകയാണ് ഹിന്ദിയിലേക്ക് പോരാമോ എന്ന്. അപ്പൊ അന്നത്തെ സ്വാഭാവികം എല്ലാവർക്കും സ്വപ്നാണ് ഹിന്ദി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ സംഗീത സംവിധാനത്തിൽ അദ്ദേഹം ആദ്യം ഒരു പാട്ട് പാടിയതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിസഗമ പനി സരിഗ ജനം ജനം से हम तो प्यासे आ संग मेरे गा നിസഗമ പനി സരിഗ. ആ പാട്ടി തൊട്ടാണ് പിന്നെ യേശുദാസ് ഹിന്ദിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗായകനായി മാറിയത്. പിന്നെ ചോട്ടി സി കി ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്ര ജെയിന്റെ, ഉഷാ ഖന്നയുടെ ഒരുപാട് പാട്ടുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. പിന്നെ അവിടുന്ന് അദ്ദേഹം ഇവിടെ തരംഗിണി സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയപ്പോഴാണ് പിന്നെ അതൊക്കെ അവസാനിപ്പിച്ച് പിന്നെ വന്നത്. അതിന്റെ ഇടയിൽ കുറെ സംഗതികളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു എൻട്രി സലിൽ ചൗധരി വഴിയായിരുന്നു. പിന്നെ ഒരു ബ്യൂട്ടിയും കൂടി ഉണ്ട്, നമ്മളിവിടെ ചെമ്മീനത്തെ മാനസമൈനെ പാടിയില്ല. മാനസമൈനേ വരൂ, ഈ പാട്ട് പാടിയത് ബംഗാളിയിലത്തെ മന്നാടയാണ്. അപ്പൊ അതിന്റെ ബ്യൂട്ടി നോക്കണം, ഡൈവേഴ്സിറ്റി നോക്കണം സംഗീതത്തിന്റെ. ഈ സംഗീതം, ഈ പാട്ട് യേശുദാസ് ബംഗാളിയിൽ പാടി, മന്നാട വന്നിട്ട് ഇവിടെ പാടി, യേശുദാസ് വന്നിട്ട് ഈ സെയിം പാട്ട് ബംഗാളിയിൽ പാടി. നാമശകുന്ദലദാർ എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ബംഗാളി ഗാനം യേശുദാസ് ബംഗാളിയിൽ പാടി, ബംഗാളിയായ മന്നാട വന്ന് മലയാളത്തിൽ പാടി. അപ്പൊ അത് ഒക്കെ ഭയങ്കര ഒരു എന്താ പറയാ, നമുക്കൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പൊ യേശുദാസിന്റെ ബംഗാളിലത്തെ എൻട്രി ഈ പാട്ടായിട്ടായിരുന്നു. നാമശകുന്ദലധാർ. അതുപോലെ തന്നെ മലയാളം ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്, മലയാളത്തിന്റെ അതേ ട്യൂണിൽ തന്നെ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു പാട്ട്, ഈ പാട്ടിൽ നിൽക്കാം. छोटा सा घर होगा बादलों की चोना में, आशा दीवानी मन बंसूरी बाज, हम है हम चमकेंगे खाने यसके गुनावो, आंखों की रोशनी के आंखें समझाए, വെണ്ണക്കല്ല് കൊണ്ടുവന്നു വെണ്ണില പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകല ശില്പി, പൊന്നുകൊണ്ടു താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി, വെണ്ണിലാവിൻ ചൂവിനെണ്ണെ വെൺപുലിയും പൂശി, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, छोटा से घर होगा बादलों की चारों में, आशा दीवानी मन बंसूरी बाये, हम है हम चमके है चांद के से कारों में, മേഘം കോശി ഹാദോം സാമോച്ചു. പാട്ട് പിടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏതാന്നുള്ളത് ഇല്ലേ? ഏത് പാട്ടാ? ഒന്നാന കുന്നിന്മേൽ കുന്നിന്മേൽ മനോഹരമായിട്ടുള്ള പാട്ട്. കൂടുകൂട്ടും തത്തമ്മേ, നീ നീ എന്റെ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്ത് കാട്ടരുവിയോരത്തു ഒരു സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി. ഓക്കെ, കണ്ടിന്യൂ സർ, കണ്ടിന്യൂ സർ, കണ്ടിന്യൂ ഞാൻ ഇടയ്ക്ക് സർ, വരാം. കണ്ടിന്യൂ. പറഞ്ഞു കഴിഞ്ഞോ? ഇടയ്ക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലെ. ആദ്യത്തെ പാട്ട് ഇതാണ്, നിശാസ്വരപ്പികൾ.
രാസലീല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി. ആരാണ് തുടങ്ങുന്നത്? നിശാസുരഭികൾ. ശിലമ പാടിക്കൂ. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, രതി നടനമാടാൻ വരികയോ, എന്നെ വിളിച്ചുണർത്താൻ പ്രിയദർശിനി നീ വികാരവതിയായി വരികയോ, വീണ്ടും വരികയോ. മദാലസയാമിനി ഒരു രാസലീലാലോലയെ പോലെ, മദാലസയാമിനി ഒരു രാസലീലാലോലയെ പോലെ, വരുമ്പോൾ വെണ്ണിലാവിൻ യമുനലജ്ജയിൽ മുങ്ങിയോ, വരുമ്പോൾ വെണ്ണിലാവിൻ യമുനലജ്ജയിൽ മുങ്ങിയോ. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, രതി നടനമാടാൻ വരികയോ. മനോരഥ വീതിയിൽ ഒരു ക്ഷീരസാഗര പുത്രിയെ പോലെ, മനോരഥ വീതിയിൽ ഒരു ക്ഷീരസാഗര പുത്രിയെ പോലെ, ഒഴുകും നിൻ സുഗന്ധം തഴുകും തെന്നലായി ഞാൻ വരും, ഒഴുകും നിൻ സുഗന്ധം തഴുകും തെന്നലായി ഞാൻ വരും. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, രതി നടനമാടാൻ വരികയോ. 3 പ്രമുഖരാണ് ഇതിൻ്റെ അകത്ത് അല്ലേ? സലീൽ ചൗധരി, വയലാർ, ജയചന്ദ്രൻ. യെസ്. കുറച്ച് പാട്ടുകൾ ഇങ്ങനെ, ഇനി ഒരു അടുത്ത പാട്ടിലേക്ക് അങ്ങ് പോയാലോ? അപ്പോൾ കുറച്ച് പാട്ടുകൾ നമുക്കൊന്ന് കവർ ചെയ്യാം പെട്ടെന്ന്. അടുത്തത് മാനസമൈനെ, ചെമ്മീൻ, മന്നാടെ. ഇപ്പോൾ ഷാബു സാർ പറഞ്ഞ മന്നാടെ എത്തിയിട്ടുണ്ട് ചെമ്മീനിൽ അല്ലേ? ഓക്കെ, ഇതാരാണ് പാടുന്നത്? ആരെങ്കിലും പാടും? ഞാൻ പാടാം സാറേ. ഇതിന്റെ പാടും. അത്ര മനോഹരമായ പാട്ടാണ് ഈ പാട്ട്. ഇപ്പം ഷാബു സാറ് അതിന്റെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞു. ശരിക്കും മന്നാടെ കൊണ്ടുവന്നിട്ട് മലയാളത്തിൽ പഠിച്ചു. ഈ രാമു കാര്യാട്ടിന്റെ സിനിമകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. രാമു കാര്യാട്ടിനെ അദ്ദേഹമാണ് ഈവൻ നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയെ കൊണ്ടൊരു മാജിക്കുകൾ കാണിച്ച, മലയാളികൾ ആദ്യമായിട്ട് കാണാത്ത കളറുകൾ, അതേമാതിരിയുള്ള സ്ക്രിപ്റ്റ്, പാട്ട് സലിൽ ചൗധരിയെ കൊണ്ടുവന്നു. അപ്പോൾ രാമു കാര്യട്ട് എന്ന് പറഞ്ഞ ഈ സംവിധായകന് അപാര ജ്ഞാനം ഉണ്ടായിരുന്നു സംഗീതത്തിലും. അപ്പോൾ ഈ പാട്ടിൻ്റെ സിനിമയ്ക്ക് വേണ്ടി പാട്ടിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതിന് ഒരു ശോകമൂകമായ ഒരു ശബ്ദം വേണമെന്നാണ് രാമു കാര്യായിട്ട് പറഞ്ഞത്. ഇപ്പോൾ യേശുദാസിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതെന്താ, വേറൊരു ഗാനഗന്ധർവൻ്റെ ശബ്ദമാണല്ലോ. അപ്പം അത് ഈ സീനിന് ചേരില്ല. ഇതിന് ശോകമാണ്, ആകെപ്പാടെ തകർന്ന ഒരു 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 ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്ര മന്നാടയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി ഈ ശോകത്തിന് വേണ്ടിയിട്ട് പറ്റിയ വോയിസാണ്, ഒരു വൈബ്രേഷനൊക്കെ ഉള്ളത്. അതിനാണ് സലിൽ ചൗധരി അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടത്. ഇപ്പം തിരിച്ച് ബംഗാളിൽ കൊണ്ടുപോയ കഥ ഇപ്പോൾ ഷാബു സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടിട്ടില്ല. എനിവേ ഞാൻ പാടാം. മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ, നിൻ അരുമപ്പൂവാടിയിൽ നീ തേടുവതാരേ ആരേ, മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമപ്പൂവാടിയിൽ നീ തേടുവതാരേ ആരേ, മാനസമൈനേ വരൂ. അടുത്ത വരികൾ പാടാം. താങ്ക് യു. മനോജ് സാർ പറഞ്ഞത് 100% ശരിയാണ്. അന്ന് ആ പാട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശബ്ദമായിരുന്നില്ല യേശുദാസിൻ്റെത്.
പക്ഷെ എന്താ കാര്യം എന്നറിയോ, ഈ ചെമ്മീൻ സിനിമയല്ല, ഈ ചെമ്മീൻ സിനിമയിലല്ല ബംഗാളിയിൽ ഈ പാട്ട് വന്നത്. അത് വേറൊരു സിനിമയിലാണ്. ആ പാട്ടിന്റെ മൂഡ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് സോങ്ങാ, ഒരു ലവ് സോങ് പോലെയുള്ളത്. അത് സലിൽ ചൗധരിയുടെ വൈഫ് സബിത ചൗധരി ആയിട്ടാണ് ആ ഒരു ഡ്യുവറ്റ് യേശുദാസ് പാടിയത്. ഈ ഒരു മൂഡിൽ ഈ ശോകഗാനം അല്ല, മനസ്സമൈനം എന്നുള്ള ശോകഗാനമല്ല. അതൊരു ഫാസ്റ്റില് കുറച്ച് ലവ് സോങ് ആയിരുന്നു അത് സബിത ചൗധരി ആയിട്ടാണ് പാടിയത്. അപ്പൊ മനോജ് സാർ പറഞ്ഞത് 100% ശരിയാണ്. അന്ന് ഇങ്ങനെ ഈ ഒരു പാട്ട് പാടാൻ യേശുദാസിന്റെ സൗണ്ട് പോരാ എന്നുള്ള രീതിയിലാണ് മന്നാടേനെ കൊണ്ടുവന്നത്. പക്ഷെ ഈ ഷെമ്മീന്റെ റിമേക്കോ ഡബിങ്ങോ അല്ല അദ്ദേഹം ബംഗാളിയിൽ പാടിയ പാട്ട്. അത് വേറൊരു സിനിമയില് വേറൊരു സാഹചര്യത്തിൽ ഈ ട്യൂൺ ഉപയോഗിച്ചെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ, ശരിയാണ്, ശരിയാണ്. യെസ്. സലിൽ ചൗധരിയുടെ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ ട്യൂണുകൾ അദ്ദേഹം ഹിന്ദിയിലെ, ബംഗാളിയിലെ, മറ്റുള്ള ഭാഷകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പല പാട്ടുകളും കേൾക്കാം നമുക്ക്. ഈ പറഞ്ഞ ഭാഷ മാറുന്നു എന്നല്ലാതെ ഇപ്പോൾ ഷാബു സാർ പറഞ്ഞ മാതിരി അതിൻ്റെ സിനിമയുടെ ആവശ്യം അനുസരിച്ചിട്ട് ശോകഗാനം, അദ്ദേഹം ഫാസ്റ്റ് ഗാനം ഒക്കെ, അതെല്ലാം അതാണ് സലിൽ ചൗധരി എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ കഴിവ് എപ്പോഴും പ്രകടിപ്പിച്ചത് അത് തന്നെയാണ്. ഓക്കെ, ഓവർ ടു ഷാബു സാർ. താങ്ക് യു. സാറേ ഞാൻ ഒന്നും ബാക്കി പാടാൻ സാറിന് പാടാം. ശ്രമിക്കട്ടെ. സാറേ പഠിക്കും. ആ, അനിൽകുമാർ സാർ പാടും. നീലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, നീലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസ മൈനി വരൂ, കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോ മെനെ അടങ്ങുകില്ല, മാനസ മൈനി വരൂ, മധുരം നുള്ളി തരൂ നിൻ അരുമ പൂവാടിയിൽ നീ തേടുവതാരെ ആരെ മാനസ മൈനി വരൂ. ഓക്കെ സാർ. ഓക്കെ. രമാദിമ. നീലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, നീലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ നിന്നരുമപ്പൂവാടിയിൽ നീ തേടുവതാരെ ആരെ മാനസമൈനെ വരൂ. താങ്ക് യു സാർ. ഓക്കെ, ആർക്കെങ്കിലും പാടണമെങ്കിൽ പെട്ടെന്ന് പാടും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിപ്പോ. യെസ്, വേണുഗോപാൽ സാർ പഠിക്കും. നോക്കട്ടെ. മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ നരുമപ്പൂവാടിയിൽ നീ തേടുവതാരെ ആരെ മാനസമൈനെ വരൂ, നീലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, നീലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസമൈനി വരൂ, മധുരം നുള്ളി തരൂ
നിന്നരുമ പൂവാടി നീ തേടുവതാരേ ആരേ മാനസമൈനേ വരൂ. താങ്ക് യു സർ. റോയ് സാറും കൂടെ. റോയ് സാർ, റോയ് സാർ മ്യൂട്ടായി പോയി. ഓക്കെ. മാനസമൈനേ വരൂ, മധുരം വരൂ, നിന്നരുളപ്പൂവാടി തേടുവതാരി ആരി മധുരം ഉള്ളിൽ നിന്നരുളപ്പൂവാടി തേടുവതാരി മാനസമൈനേ. നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസമൈനേ. മധുരം ഉള്ളിൽ പൂവാടിയിൽ നീ തേടുവതാരേ. താങ്ക് യു സർ. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോവാം. അടുത്ത പാട്ട് സാഗരമേ ശാന്തമാകനി. ആരാണ് പാടുന്നത്? ഷില മാം, ഉഷ മാം പാടൂ. ഓമന മാം, ബീന മാം. സാഗരമേ ശാന്തമാകനി, സാഗരമേ ശാന്തമാകനി, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രദിനവധു പോകയായി, ദൂരയാത്ര മൊഴിയുമായി, സാഗരമേ ശാന്തമാകനി. തളിർത്തൊട്ടിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി, തളിർത്തൊട്ടിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി, പാതി പാടും മുൻപേ വീണു ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു, ചൈത്രവിപഞ്ചിക മൂകമാ എന്റെ മൗന സമാധിയായി, സാഗരമേ ശാന്തമാകനി. വിഷുപക്ഷിയേതോ കൂട്ടി വിഷാദാർദ്രമെന്തേ പാടി, 100 ചൈത്ര സന്ധ്യാരാഗം പൂതൂകാവു നിന്നാത്മാവിൽ, പൂതൂകാവു നിന്നാത്മാവിൽ, സാഗരമേ ശാന്തമാകനി, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രദിനവധു പോകയായി, ദൂരയാത്ര മൊഴിയുമായി, സാഗരമേ ശാന്തമാകനി. ശരിക്കും ഒരു ശാന്തത വന്നു. ഓക്കെ, ആരെങ്കിലും പാടുന്നതിനെ പാടൂ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് ഇപ്പോൾ കുറച്ച് പാട്ടുകൾ നമ്മളൊന്ന് നോക്കി അങ്ങ് പോകും. ആരെങ്കിലും പാടും? അനിൽകുമാർ സാർ പാടും.
പഠിക്കും. സാഗരമേ ശാന്ത മാഗനേ സാഗരമേ ശാന്ത മാഗനേ സാന്ധ്യരാഗം മായുന്നീരാ ചൈത്രദിന വധു ഓകയായി ദൂരയാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകനേ തളിർത്തൊട്ടിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി പാതി പാടും മുൻപേ വീണു ഏതോ കിളിനാദം കേണു ഏതോ കിളിനാദം കേണു സാഗരമേ ശാന്ത മാഗനേ. നദി സമയമായില്ലേ? ഓക്കെ, ഓട്ടു സാറേ സാറേ ജോസഫ് സാറ് പാടുന്നുണ്ടോ? ജോസഫ് സാറ് ആരെങ്കിലും പാടണമെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ കണ്ട് വിളിച്ചോളാം. അല്ലെങ്കിൽ അടുത്ത പാട്ടിപ്പം ആരെങ്കിലും പാടുന്ന ബീനമാം പഠിക്കും. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗരമി ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ തളിർത്തൊട്ടിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി പാതി പാടും മുൻപേ വീണു ഏതോ കിളിനാദം കേണു ഏതോ കിളിനാദം കേണു ചൈത്രവിപഞ്ചിക മൂകമായി എന്തേ മൗന സമാധിയായി സാഗരമി ശാന്തമാക നീ. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും ഷാബു സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തായിരുന്നു. ജോസഫ് ജോൺ സാർ. ഓക്കെ, നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നത്, നോക്കാം. ആ ചൈത്ര വിപഞ്ചിക മൂകമായി മൗന സമാധിയായി സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ വിഷുപക്ഷിയേതോ കൂട്ടിൽ വിഷാദാർദ്രമെന്തേ പാടി നൂറു ചൈത്ര സന്ധ്യാരാഗം പൂത്തൂക്കാവു നിന്നാത്മാവിൽ പൂത്തൂക്കാവു നിന്നാത്മാവിൽ സാഗരമേ ശാന്തമാകനീ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പാടാനുണ്ടെങ്കിൽ ഷാബു സാർ ഞാൻ പാടുന്നോ? യെസ്, ഇത് ഞാൻ പാടുന്നില്ല. പാടാൻ വെച്ചാൽ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ പാടുന്നില്ല. ഒരു ചെറിയ ഓർമ്മ പറയാം. ഞാൻ ചെന്നൈയിൽ വെച്ച് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ വാക്ക്മാൻ മേടിച്ചതാണ്. അപ്പൊ വാക്ക്മാനൊക്കെ ഇറങ്ങി വാക്ക്മാനൊക്കെ മേടിക്കണം, അതിൽ പാട്ട് കേൾക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി.
അപ്പൊ വാക്മാൻ ആദ്യം ട്രിച്ചി എന്നാണ് ഞാൻ അവിടെ ഒരു ബസാറിൽ നിന്ന് മേടിച്ചത്. ഒരു ചൈന ബസാറിൽ നിന്ന് വാക്മാൻ മേടിച്ച് മദ്രാസില് നമ്മുടെ കടൽ തീരത്ത് മെറീന ബീച്ച് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. എപ്പോഴും ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞാൻ ഈ പാട്ടാണ് സലിൽ ചൗധരിയുടെ സാഗരമേ ശാന്തമാവും. അവിടെ മെറീന ബീച്ചിൽ ഭയങ്കര ബഹളം. ഞാൻ അതിലൊന്നും ഇല്ലാണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വാക്മാനിൽ ഞാൻ ഈ കേട്ട പാട്ടാണ് ഈ സാഗരമേ ശാന്തമാകുന്നത്. ഞാൻ വിചാരിച്ചു, ഇത് എന്തൊരു മനുഷ്യൻ അദ്ദേഹം, ഇത് ദൈവമാണോ? എത്രമായിട്ടാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്കൊക്കെ ആ ഗാനം ഇങ്ങനെ ഇറങ്ങി ചെല്ലണ്. അതിന്റെ അർത്ഥങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നില്ല. എനിക്ക് ആദ്യം വാക്കുകളും അതിന്റെ വരികളുടെ അർത്ഥമൊന്നും അറിയില്ല. ഒ എൻ വി കുറിപ്പിന്റെ വരികളുടെ ആണ് എഴുതിയതൊന്നും അറിയില്ല. പക്ഷെ ഈ സംഗീതമാണ് ശരിക്കും മനസ്സിൽ ഇറങ്ങി ഇറങ്ങി അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവെന്ന് പറയും. അപ്പൊ ബംഗാൾ ഉൾക്കടലം കൊണ്ടുണ്ട്. അപ്പോഴാണ് ഈ സലിൽ ചൗധരി ഇങ്ങനെ മനസ്സിൽ കുടിയിരിക്കാനായിട്ട് ഒരു കാര്യം ഈ ഒരു പാട്ടാണ്. അത്രയും മധുരാണ് അല്ലെ? നമ്മളിങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോ, ആരും ഇല്ലാത്തപ്പിരിക്കുമ്പോ ഈ ഗാനങ്ങൾ കേൾക്കുമ്പോഴത്തെ ഒരു അനുഭവം ഒരു പ്രത്യേക. എത്ര പാട്ടിച്ചിട്ട് പ്രത്യേക നോക്കി. ചൈത്രവിപഞ്ചിക മൂകമായി എന്തേ മൗന സമായ സാഗരമേ ശാന്തമാകനി. കൂടുതൽ പാടുന്നില്ല. ഓക്കെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ട്രൈ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് ഇപ്പം നീലപ്പൊന്മാനി. നെല്ലെന്ന് പറയുന്ന സിനിമ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? നെല്ലെന്ന് പറഞ്ഞ സിനിമയിൽ വയലാർ രാമവർമ്മയുടെ ലിറിക്സിൽ മനോഹരമായ പാട്ടാണ്. ആരാണ് പാടുന്നത്? ഷബി സാർ ഒന്ന് തുറന്നു. പാടിക്കോളൂ. നീലപ്പൊന്മാനേ, എന്റെ നീലപ്പൊന്മാനേ, വെള്ളി വെയിലു നെയ്ത പുടവ വീണു, കര പുടവ വീണു, ചോലപ്പൊന്മാനേ, നീലപ്പൊന്മാനേ, എന്റെ നീലപ്പൊന്മാനേ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, കര പുടവ വേണു, ചോലപ്പൊന്മാനേ. കാക്കപ്പൊരുമാൾ പാലരി, ഇന്ന് കാവിലെല്ലാം കാവടി. കാക്കപ്പുലനാൾ പാലരി, ഇന്ന് കാവിലെല്ലാം കാവടി. കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി, മനസ്സേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനേ, എന്റെ ചോലപ്പൊന്മാനേ, വെള്ളി വെയിലു നെയ്ത പുടവ വീണു, കര പുടവ വീണു, ചോലപ്പൊന്മാനേ. ഓക്കെ, താങ്ക് യു. ഒന്ന് പോട്ടെ, ഞാനൊന്ന് പോട്ടെ. പാടും. നീലപ്പൊന്മാനേ, എന്റെ നീലപ്പൊന്മാനേ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, കര പുടവ വേണു, ചോലപ്പൊന്മാനേ. നീലപ്പൊന്മാനേ, എന്റെ നീലപ്പൊന്മാനേ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, കര പുടവ വേണു, ചോലപ്പൊന്മാനേ. കാക്കപ്പുലനാൾ പാലരി, ഇന്നു കാവിലെല്ലാം കാവടി. കാക്കപ്പുലനാൾ പാലരി, ഇന്നു കാവിലെല്ലാം കാവടി. കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി, മനസ്സേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനേ, എന്റെ നീലപ്പൊന്മാനേ,
വെള്ളി വെയിലു നെയ്ത പുടവ വേണു ഒളിയില കര പുടവ വേണു ചോല പൊന്മാനെ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടാനുണ്ടോ? റോയ് സാർ പാടി. നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ വെള്ളി വെയിലു നെയ്ത പുടവ വേണോ നീലക്കര പുടവ വേണോ ചോല പൊന്മാനെ നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ വെള്ളി വെയിലു നെയ്ത പുടവ വേണോ കുടിയിലക്കര പുടവ വേണോ ചോല പൊന്മാനെ കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാ കാവടി കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി കൊച്ചു കാവളം വിളി കാളി തങ്കത്താരി തീർക്കാരാ മനസ്സേ തേൻ കുടിക്കൂടി നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ. താങ്ക് യു. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടും. നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ വെള്ളി വെയിലു നെയ്ത പുടവ വേണു പുളിയിലക്കര പുടവ വേണു ചോലപ്പൊന്മാനെ നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ വെള്ളി വെയിലു നെയ്ത പുടവ വേണു പുളിയിലക്കര പുടവ വേണു ചോലപ്പൊന്മാനെ കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി കാക്കപ്പുലനാൾ കാലരി ഇന്ന് കാവിലെല്ലാം കാവടി കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ വെള്ളി വെയിലു നെയ്ത പുടവ വേണു പുളിയിലക്കര പുടവ വേണു ചോലപ്പൊന്മാനെ. ഓക്കെ, ബിനാമം പാടുന്നുണ്ടോ? യെസ്. നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ വെള്ളി വെയിലു നെയ്ത പുടവ വേണോ ഒളിയിലക്കര പുടവ വേണോ ചോലപ്പൊന്മാനെ നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ വെള്ളി വെയിലു നെയ്ത പുടവ വേണോ പുളിയിലക്കര പുടവ വേണോ ചോലപ്പൊന്മാനെ കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യണേ പെട്ടെന്ന്. ഓക്കെ. കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിനെല്ലാം കാവടി കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിനെല്ലാം കാവടി കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ പുള്ളി വെയിലു നെയ്ത പുടവ വേണം പുളിയിലക്കര പുടവ വേണം ചോലപ്പൊന്മാനെ നീലപ്പൊന്മാനെ.
യെസ് ഷാബ് സാർ എന്തെങ്കിലും പറയുന്നു? യെസ്. മനോജ് സാർ, അദ്ദേഹത്തിന്റെ ഹിന്ദി പാട്ടുകളൊക്കെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും പാടാട്ടോ മനോജ് സാർ, സലീൽ ചൗധരിയുടെ. ഞാൻ പാടാം. ഹിന്ദി പാട്ടുകൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ വരികൾ അറിയാത്ത ഒരു പ്രശ്നമുണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ ഞാൻ വേറൊരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ ഷാബു സാറേ. യെസ് നമ്മൾ ഈ സലീൽ ചൗധരി പാട്ടിലെ പിന്നാമ്പുറ കഥകളൊക്കെ ഷാബു സാറും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ്. സലീൽ ചൗധരി ഈ മലയാള സിനിമയിൽ സംഗീതം ചെയ്യാൻ വരുന്ന സമയത്ത് മദ്രാസിലായിരുന്നു അന്നത്തെ റെക്കോർഡിങ്സുകളെല്ലാം. കേരളത്തിലന്ന് ഈ മ്യൂസിക് ചെയ്യുന്ന സ്റ്റുഡിയോകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മദ്രാസിൽ അദ്ദേഹം സ്ഥിരമായി വരുമ്പോൾ അന്ന് അവിടുത്തെ സ്ഥിരമായിട്ട് പ്ലേ ചെയ്യുന്ന മദ്രാസിലെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. എക്സാമ്പിൾ വയലിൻസ്, ഫ്ലൂട്ട്, ഗിറ്റാർ. അപ്പോൾ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് റെക്കോർഡിങ്സിൽ വായിക്കാറുള്ളത്. മ്യൂസീഷ്യൻ ആണെങ്കിലും റെക്കോർഡിങ്ങിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ അപാര നോളജ് വേണം. മ്യൂസിക് നൊട്ടേഷൻ വായിക്കാൻ അറിയണം. സംഗീത സംവിധായകർ എന്ത് കമ്പോസ് ചെയ്താലും അപ്പോൾ അത് വായിക്കാനുള്ള പാഠവും വേണം. അതിൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു മൂന്നാല് സംഗീത സംവിധായകരെ ശരിക്കും അന്നേ സലിൽ ചൗധരി പ്രഖ്യാപിച്ചിരുന്നു ഇവരുടെ കഴിവുണ്ട്. അതിൽ ആദ്യത്തെ ആളായിരുന്നു ഇളയരാജ. നമുക്കറിയാം, ഇളയരാജ സലിൽ ചൗധരിയുടെ അനേകം പാട്ടുകളിൽ ഗിറ്റാർ വായിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു ഈ മനുഷ്യൻ എന്തെങ്കിലും ഒരു ദിവസം അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയി മാറുമെന്ന്. അതേപോലെ തന്നെയാണ് KJ ജോയ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. കീബോർഡിസ്റ്റ് ആയിരുന്നു, അസാധ്യ കീബോർഡിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾക്ക് കീബോർഡ് വായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആളാണ് സംഗീത സംവിധായകൻ ശ്യാം വയലിനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൊക്കെ സോളോ വയലിൻ വായിച്ചിരിക്കുന്നത് ശ്യാമാണ്. ഏറ്റവും സലിൽ ചൗധരിക്ക് ഇഷ്ടപ്പെട്ട സോളോ വയലിനിസ്റ്റുകളിൽ ഒരാളായിരുന്നു ശ്യാം എന്ന് പറഞ്ഞ മ്യൂസിക്. പിന്നെ ഇവരുടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഇവരുടെ പാട്ടുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ശ്യാമിൻ്റെ പാട്ടുകൾക്ക്, KJ ജോയുടെ പാട്ടുകൾക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളുമായിട്ടുള്ള ഒരു സംഗീത സംവിധാനത്തിലെ ഒരു ടച്ച് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ശ്യാമിൻ്റെ മ്യൂസിക്കുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ. ഈ നമ്മുടെ സലിൽ ചൗധരിയുടെ പാട്ടുകൾ അദ്ദേഹത്തിന് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇളയരാജയുടെ കാര്യം പറഞ്ഞത് അതേപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൽ കൂടി നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയത് ഇത്രയും ഏറ്റവും പ്രഗത്ഭരായ ഈ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർമാരാണ്. ഒരുപക്ഷെ വേറെ ഉള്ളവരൊക്കെ വായിച്ചിട്ടാവും, വേറെ ഉള്ളവരൊക്കെ ഇദ്ദേഹത്തിനോട് ഒരുപാട് വായിച്ചിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ മ്യൂസിക് ഡയറക്ടേഴ്സും ആയ ഒരു 3-4 മ്യൂസിക് ഡയറക്ടർമാരെ കൂടെ നമ്മൾക്ക് സമ്മാനിച്ചിട്ടാണ് സലിൽ ചൗധരി എന്ന മഹാ സംഗീതജ്ഞൻ നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയത്. താങ്ക് യു സാർ. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 2 വരി, അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു ഹിന്ദി ഗാനം യേശുദാസും സലിൽ ചൗധരി ഒന്നിച്ച് ചോട്ടി സി ബാത്ത് എന്നുള്ള ഒരു സിനിമയിലത്തെ ഒരു ഹിന്ദി ഗാനം, ഒരു ഫാസ്റ്റ് നമ്പറാണ്. जाने मन तेरे तो नयन जोरी जोरी देखा गा ये देखो मेरा मन जाने मन मेरे दो नयन चोर साजन तुमसे कोई होगा कोई तुमसे है जाने मन കേട്ടിട്ടില്ലേ പാട്ട്? കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പിന്നെ വലിയ ഒരു കാലത്ത് ഗാനമേളകളിലൊക്കെ പാടുന്നവർക്ക് ഞാൻ ഈ പാട്ടുകൾക്ക് ഒരുപാട് പ്രാവശ്യം അന്നത്തെ കാലത്ത് പാടിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ഈ പാട്ട് ഗാനമേളയ്ക്ക്. യെസ്. അപ്പൊ അദ്ദേഹം കൂടുതൽ പാട്ട് ചെയ്തത് നമ്മുടെ ഇവർക്ക് വേണ്ടിയിട്ടാണ്, ONV ആയിട്ടാണ് കൂടുതൽ അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 1976 നമ്മുടെ ശശികുമാർ സാറിന്റെ വിഷുക്കണി എന്നൊരു ചിത്രം വന്നു. വിഷുക്കണി സലീൽ ചൗധരിയുടെ ഉഗ്രം പാട്ടുകളാണ് അതിലുള്ളത്. അപ്പൊ വിഷുക്കണിയുടെ തിരക്കഥ എഴുതിയത് നമ്മുടെ ശ്രീകുമാരൻ നമ്പിയാണ്. അപ്പൊ പാട്ടുകൾ എഴുതാനുള്ള ചുമതലയും ശ്രീകുമാരൻ നമ്പിക്ക് കൊടുത്തു. അപ്പൊ ആരോ ഒരാള്, ഏതോ ഒരു ഗാനരചയിതാവ് സലീൽ ചൗധരിയുടെ ചെവിയിൽ എന്ന് പറഞ്ഞു, ഇയാൾ അത്ര കാര്യമൊന്നുമില്ല, ഇയാളിപ്പം വളരെ മോശമായിട്ടുള്ള ആളെ, ഇയാളെ കണ്ടൊക്കെ എന്തിനാ എഴുതി. അത് സലീൽ ചൗധരിക്ക് ശരിക്കും കൊണ്ടു. അപ്പൊ അയാള് നിർമ്മാതാവിനെ ശശികുമാറിനെ വിളിച്ചു പറഞ്ഞു, ഇയാളെ മാറ്റി ONV കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ശശികുമാർ സാർ പറഞ്ഞു, വേറൊരു പ്രശ്നമുണ്ട്, ഈ പടത്തിന് തിരക്കഥ എഴുതിയത് ശ്രീകുമാരൻ നമ്പിയാ, അപ്പൊ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. പക്ഷെ സലീൽ ചൗധരിക്ക് എന്ത് പറഞ്ഞിട്ടും അയാളെ വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു മനസ്സിൽ. പക്ഷെ എന്നിട്ടും അപ്പൊ ഇവർക്ക് വെച്ചാൽ മാറ്റാനും പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമാവസ്ഥയിലായി. അപ്പൊ ആദ്യം ഇവര് പറഞ്ഞു, നിങ്ങളൊരു സാമ്പിൾ അദ്ദേഹത്തിന് കൊടുത്തു നോക്കൂ, അദ്ദേഹം എങ്ങനെ എഴുതും അറിയാലോ നമുക്ക്. ശ്രീകുമാരൻ നമ്പിക്ക് വളരെ മിടുക്കനായിട്ടുള്ള ആളാണ് പാട്ടെഴുത്തുകാരൻ, നിങ്ങളൊരു സാമ്പിൾ കൊടുത്തു നോക്കും. അപ്പൊ സലീൽ ചൗധരി ഇങ്ങോട്ട് ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആർക്ക്
ശ്രീകുമാര തമ്പിക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മലയാള സംഗീത ശാഖയിലെ ഏറ്റവും വലിയൊരു പല്ലവി ഉണ്ടാക്കി കൊടുത്തു. മലയാളത്തിൽ ഇന്ന വരെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പല്ലവി ഇല്ല. അതേമാതിരി കൊടുത്തു. ഇതൊരു ശരിക്കും പെട്ടുപോയി എന്ന് വിചാരിച്ചു. ഇയാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വരും, വീണ്ടും നമുക്ക് വിളിക്കാന്നാണ്. പക്ഷെ ശ്രീകുമാരൻ തമ്പി ആരംഭം എവിടെ വീണാലും 4 കാലം എത്തി വീണതിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നും പറ്റില്ല. ആ പാട്ടാണ് പ്രസിദ്ധമായിട്ടുള്ളത്. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലെ. പല്ലവി കഴിഞ്ഞിട്ടില്ലേ? അമ്പിളി നിന്നെ പുൽകി അമ്പരം തൂകി ഞാനാരോമലേ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവ് കൊണ്ടുണരാനായുഷണിയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ മടിമേലേ. ഇത് എഴുതി അദ്ദേഹത്തിന് സലീൽ ചൗധരിയുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് അർത്ഥം മനസ്സിലായതോടുകൂടി സലീൽ ചൗധരി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു പറയണം, സന്തോഷത്തോടെ ഇത്രയും വേഗത്തിൽ ഗാന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഒരു യുഗമായിരുന്നു. സലീൽ ചൗധരിയും ശ്രീകുമാര തമ്പിയായിട്ട് ഒരുപാടും ആ പടത്തിന് തന്നെ വേറെ ഒരുപാട് ഏതോ ഒരു സ്വപ്നം, പൂമാനമേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ല. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രേമഗാനം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. അതിനും വലിയ പ്രേമഗാനം ഏതോ ഉള്ള ശ്രീകുമാരൻ തമ്പി എഴുതിയത് അല്ലേ? ഒരു മുഖം മാത്രം സ്വരം മാത്രം കാതിൽ ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. എത്ര ആളുടെ ഉറക്കം സത്യം സത്യം സത്യല്ലേ? അപ്പൊ അത്രയും പിന്നെ അവര് തമ്മിൽ നല്ല കൂട്ടായി. ശ്രീകുമാരൻ തമ്പിയും സലീൽ ചൗധരി നിന്നിട്ട് ഒരുപാട് കൂട്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ പടം ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത പടത്തില് സലീൽ ചൗധരി ഒക്കെ മ്യൂസിക് ചെയ്ത് അങ്ങനെ ഒരുപാട്. അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പൂമാനം കുടിലിലെന്റെ കരളുണങ്ങോതിലി പുഴയും വയലും പൊന്നോളം കാത്ത നെഞ്ചും പൂമാനം തുലഞ്ഞേ. ആ വഞ്ചി ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോ കഴുക്കോല് ഇങ്ങനെ കായലിലിട്ടിട്ട് കേരളം ഒക്കെ ഒന്നാകെ ഏറ്റുപാടി പാട്ടായിരുന്നു. പാടിക്കോ. സാറിട്ടിരിക്കുന്ന പാട്ട് സന്ധ്യയല്ലേ? ആ അടിപൊളി പാട്ട്, സൂപ്പർ പാട്ടല്ലേ? എനിക്ക് പാടാം. എല്ലാ പാട്ടും ഒരു പാട്ടും മാറ്റി വയ്ക്കാനില്ല സലീൽ ചൗധരി, ഒരു പാട്ടും മാറ്റി വയ്ക്കാനില്ല, ഒക്കെ ഹിറ്റുകളാ. ഒരു പാട്ട് പോലും വെറുതെ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ സാറേ? എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മെച്ചം. സന്ധ്യേ കണ്ണീരിരെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിയന്തി. സന്ധ്യേ കണ്ണീരിരെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും
നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും. വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിരെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. ഞാൻ പോട്ടെ. യെസ്, പാടും. സന്ധ്യേ കണ്ണീരി തന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീ. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരി തന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീ. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്ഥിരം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും. വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരി തന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീ. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. താങ്ക് യു. സാറേ പാട്ടെ സാറേ. ആ, സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയം. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും. വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ
ദുഃഖമേ നീ പോകൂ കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. ദുഃഖമേ നീ പോകൂ കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരികയെന്റെ പ്രണയഗാനം കേൾക്കൂ, നീയും ഏറ്റുപാടാൻ പോരൂ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമായി കേഴുകയാണോ നീയും? നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാണെങ്കിൽ പാടാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, സമയമായി. ജോസ് സാർ പോയാ? ജോസ് സാറ് പോയി കാണുമായിരിക്കും. പാടിയോക്കട്ടെ സാറേ? പഠിക്കും. യെസ്. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും, വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമായി കേഴുകയാണോ നീയും? നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും? അദ്ദേഹത്തിന്റെ മറ്റൊരു എന്തായാലും മലയാളം പാട്ട് നിങ്ങളൊക്കെ പാടുന്നുണ്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദി ഗാനം കൂടി ഒന്ന് സ്പർശിക്കാം. രാജേഷ് ഖന്നയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയാണ് ആനന്ദ് എന്ന് പറഞ്ഞത്. രാജേഷ് ഖന്ന അഭിനയിച്ച ആനന്ദ് എന്ന് പറഞ്ഞിട്ട് അതിൽ മുകേഷ് പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്, സലിൽ ചൗധരിയുടെ. അതെങ്ങനെയാണ് ആരംഭിക്കുന്നത്? കഹീ ദൂർ ജബ് ധിൻ ദായി सांझ की दुल्हन बदन चुराई चुपके से आई. कहीं दूर जब दिन दल जाई सांझ का दुल्हन बदन चुराई चुपके से आई. मेरे ख्यालों के आंगन में कोई सपनों की दीप जलाए, दीप जलाए. कहीं दूर जब दिन दल जाए सांझ का दुल्हन बदन चुराई चुपके से आई. मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए, दीप जलाए. कहीं दूर जब दिन दल जाए सांझ की दुल्हन बदन चुरा ചുക്കേ സേ ആയി. മുകേഷാണ് പാടിയിരിക്കുന്നത്. മുകേഷ് ഈ ശോകഗാനങ്ങൾ പാടാനായിട്ട് ഭയങ്കര പതിഞ്ഞൊരു സൗണ്ടാണ്. ഭയങ്കര ഇഷ്ടം മുകേഷിന്റെ പാട്ടുകൾ. പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസ സഹിച്ചത്.
അപ്പൊ നിങ്ങൾ ഇതൊക്കെ പാടിപ്പോ ഞാൻ ഹിന്ദി പാടിയെന്നുള്ളൂ കേട്ടോ. മലയാളം പാട്ട് ഒരുപാട് പാട്ടുകളുണ്ട്, മലയാളം പാട്ടുകൾ. എന്നാലും സലീൽ ചൗധരിനെ പരാമർശിക്കുമ്പോൾ ബംഗാളിയും ഹിന്ദിയൊക്കെ പരാമർശിക്കണമല്ലോ. കാരണം ഈ ഹിന്ദിയിൽ ഒരുപാട് ചിത്രങ്ങൾക്ക് അദ്ദേഹം ഈണം നൽകിയിട്ടുള്ളതാണ്. ഈ ഓക്കെ, ബംഗാളി അപ്പൊ ഒരു ഹിന്ദിയൊക്കെ പാടാൻ കഴിവുള്ളത് ഷാബു സാറിന് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തില്. ബംഗാളിക്ക് ബംഗാളി, അതൊക്കെ ഹിന്ദിക്ക് ഹിന്ദി. നോക്കിയൊക്കെ പാടാനല്ല, ട്യൂൺ അറിയാത്ത ട്യൂൺ പഠിച്ച എല്ലാം പാടാം. സംഗീതത്തിന് ഭാഷയൊന്നും ഇല്ലെന്നേ. ഈ പാട്ടും സലിൽ ചൗധരി അല്ലേ? ഓണത്തിന്റെ ഈ പാട്ടും ഏതാ സാറേ? പൂവിളി പൂവിളി പൊന്നോണമായി. അത് ഭയങ്കര പാട്ടാ. വിഷുക്കണിയിലത്തെ അല്ലേ? വിഷുക്കണിയിലത്തെ പാട്ടാ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. താങ്ക് യു സാർ. അതുപോലെ കാതിൽ തേന്മഴയായി എന്നുള്ള പാട്ടില്ലേ, അതും ബംഗാളി പാട്ടാണ്. അത് ജയരാജാണായിരുന്ന ഒരു സംഗീതം, അല്ല ഡയറക്ഷൻ. അപ്പൊ എല്ലാ പാട്ടും കമ്പോസിങ് കഴിഞ്ഞ് കാതിൽ തേന്മഴയെ മാത്രം അതിന്റെ കമ്പോസിങ് നടന്നിട്ടില്ല. അതിന്റെ മാത്രം ഈണ എത്ര നോക്കിയിട്ടും ശരിയാവണില്ല. അപ്പോഴാണ് ബംഗാളിന്ന് അത് ആ ഒരു പാട്ട് ബാലിബോഷിതരീല എന്നും പറഞ്ഞിട്ടൊരു പാട്ടാണത്. കാതിൽ തേന്മഴയായി എന്നുള്ളൊരു പാട്ട്, അതേ ഈണം തന്നെ ചെയ്തേക്കണത്. എത്ര മനോഹരം. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് തൽക്കാലം നിർത്താം അല്ലേ? യെസ്, ഓക്കെ. ഇഷ്ടംപോലെ പാട്ടുകളായാലും. അപ്പൊ മനോജ് സാറേ ഒന്ന് പറഞ്ഞു നിർത്തും. അപ്പോൾ ഇന്ന് സലിൽ ചൗധരിയുടെ 100ാം ജന്മവാർഷികമായിട്ടാണ് ഇന്ന് നമ്മുടെ മാറ്റിനി ഫ്രീ വെബിനാറിൽ ഈ പരിപാടി അവതരിപ്പിച്ചത്. ഇതിൽ വന്ന് എല്ലാവരും നല്ല രീതിയിൽ ഇവിടെ പാട്ടുകൾ പാടുകയും ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സലിൽ ചൗധരി എന്ന മ്യൂസിക് ഡയറക്ടറെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഓർക്കാതിരിക്കാൻ പറ്റില്ല. പഴയകാല ചിത്രങ്ങളിലെ എല്ലാ പാട്ടുകൾക്കും അദ്ദേഹം കൊടുത്ത ഈണങ്ങൾ ആ സിനിമയടക്കം എല്ലാം പ്രസിദ്ധമാക്കിയതും പ്രത്യേകിച്ചും സലിൽ ചൗധരിയുടെ സംഗീത സംവിധാനം ഒന്നു മാത്രമാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെ പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള സംഗീത സംവിധായകരെയൊക്കെ ഓർക്കാനും അവരുടെ പാട്ടുകൾ പാടാനും ഒക്കെയായിട്ടും ഇവിടെ വന്ന് നമുക്കൊരു അവസരം കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഷാബു സാറിനെ പോലൊക്കെ ഇത്രമാത്രം സലിൽ ചൗധരിയൊക്കെ സലിൽ ചൗധരിയുടെ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് പ്രണയമാണെന്നാണ് ഒരിക്കൽ പറയുന്നത്. ശരിയാണ്, സലിൽ ചൗധരിയുടെ പാട്ടുകളോട് നമുക്ക് പ്രണയം തോന്നാതിരിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. അത്രമാത്രം ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുന്ന പാട്ടുകളാണ്. ഇവിടെ വന്ന എല്ലാവർക്കും മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഗുഡ് നൈറ്റ്. ഓവർ ടു സബു സാർ. ഓക്കെ, അപ്പൊ നാളെ മനോജ് സാറിന്റെ ടോപ്പിക്ക് നോക്കിയായിരുന്നോ? ചെയ്യാം. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് നോക്കാം. പിന്നെ വേറെ ഒന്നുമില്ല അല്ലേ? അപ്പൊ സി യു ടുമോറോ. ഓക്കെ ഷാബു സാർ. ഓക്കെ, ഷാബു സാർ. യെസ്, ജോസഫ് ജോൺ സാർ പോയെന്ന് തോന്നുന്നല്ലേ? ഇല്ല, സാറും ഉണ്ട്. യെസ്, സാറ് വന്നിട്ടും സലിൽ ചൗധരിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സലിൽ ചൗധരിയെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ. അപ്പോൾ ഇന്ന് ഷാബു സാറും ജോസഫ് ജോൺ സാറും ഒക്കെ വന്നത് ഈ പരിപാടിക്ക് ഒരു കളറാണ് കൊണ്ടുവന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ അറിവുകളും ഒക്കെ പങ്കിടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ കൂടുതൽ മെച്ചമാകും. എനിവേ, താങ്ക് യു ഓൾ. ബാബു സാറിന് എത്ര കാര്യങ്ങൾ അറിയാം, എല്ലാരെ പറ്റിട്ട് എല്ലാ കാര്യങ്ങളും. ഭയങ്കര സംഭവമാണ്. ഞാൻ ഇങ്ങനെ ധരിച്ചിരിക്കാറുണ്ട് ഇതെല്ലാം എന്തായി പറയുന്നത്. അത്രയും മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണ്ടേ. ബംഗാളിക്ക് ബംഗാളി അല്ലേ? അതെ അതെ, എല്ലാം പുള്ളി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. റോയ് സാർ ഭയങ്കരമായിട്ടൊന്ന് പാടിയല്ലോ സാറേ, നന്നായിട്ട് പാടി സാറേ.
റോയ് റോയ് സാർ, സാർ താങ്ക് യു സാർ. റോയ് സാറിന്റെ പഴയ ഓർമ്മകൾ ഞാൻ ഇറങ്ങുവാണ്. പുതുക്കിയ രീതിയിലായിരുന്നു ആ നല്ല പാട്ടുകൾ. സാറ് ഇതുപോലെ പഴയ ഓർമ്മ പുതുക്കിയതായിട്ട് എനിക്കും പാടാനൊരു തോന്നിയത്. അവസരം കിട്ടണ്ടേ, കിട്ടിയത് മുതലാക്കിയതാ. അല്ല, അല്ല റോയ് മാനസ സാറ് മാനസ മൈന എന്നെല്ലാം വരുമ്പോ സാറിന്റെ മുഖമെല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് മാറി ശരിക്കും മാറി ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് പാടുന്നുണ്ടായിരുന്നു. മാറ്റമുണ്ടായിരുന്നു. അല്ല ഇതിൽ ആ, വേറൊരു പ്രത്യേകതയുണ്ട്. റോയ് സാറ് തിയേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് അന്ന് കളിച്ച പടങ്ങളിലൊക്കെയും അല്ലേ ഈ കൂടുതലും ഈ സിനിമകളൊക്കെ ഒരുപക്ഷെ സാറിൻ്റെ തിയേറ്ററിൽ കളിച്ചപ്പോൾ പിന്നെ സിനിമയിൽ കൂടെ സാർ ഇത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും അല്ലേ റോയ് സാർ? സാറ് പാട്ടുകൾ കേട്ടിട്ടുണ്ട്, പാടി നോക്കിയിട്ടില്ല. അപ്പൊ അത് വലിയ നല്ല അവസരമാണ് പാട്ടുകൾ കിട്ടിയേ കേൾക്കും. അല്ലേ? പാടാനുള്ള എന്തായാലും അവസരം ആകെ കിട്ടിയത് ഈ വേദിയാ. അത് ഏതായാലും നമ്മുടെ ഭാഗ്യം. സാറിന്റെ സ്വരം ഏതായാലും നന്നാവുന്നുണ്ട്. മുമ്പത്തേനേക്കാളും നല്ലോണം പാടാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു 2 വർഷമായി പണി തുടങ്ങിയിട്ട്. എന്തായാലും സാറ് പാടുന്നല്ലോ, അത് തന്നെ അതെ ഒരു അതെ അതെ അതെ. അതുപോലെ തന്നെ സാബു സാറ് നല്ലോണം പാടുന്നില്ലേ ഇപ്പൊ? ജോർജ് സാറ് സാറ് നന്നായിട്ട് പാടുന്നുണ്ട്. ജോർജ് സാർ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുക, എനിക്ക് ഒരു നിവൃത്തിയില്ല, കയറാൻ പറ്റുന്നില്ലെന്ന്. മുഖം കാണിച്ചിട്ട് പോയത് ഞാൻ കണ്ടു സാറേ, വന്നിരുന്നു മുഖം കാണിച്ചു. അയ്യോ, മനോജ് സാറും പാടുന്നുണ്ട് ഇപ്പോ. അനുരാഗ ഗാനം പോലെ എന്നുള്ള പാട്ടിൽ നിന്ന സാറിന്റെ തുടക്കം. ഞാൻ പാട്ട് പാടുമായിരുന്നു, പിന്നെ പാട്ട് കുറച്ച് നിർത്തി, പിന്നെ കൊട്ടിൻ്റെ പുറകെ പോയി. അപ്പോൾ അങ്ങനെയാണ് പാട്ട് നിന്ന് പോയത്. അത് കാരണം പാട്ട് പാടിയില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള, പക്ഷേ നമ്മൾ പാട്ടിനോട് ഇഷ്ടമുള്ളവർ ഒരിക്കലും പാട്ട് മനസ്സിൽ നിന്നും മാഞ്ഞു പോയെന്നൊന്ന് പറയാൻ മായില്ല, മായില്ല. അത് പറ്റത്തില്ല. പാട്ടിനോട്, അതെ പാട്ടിനോടുള്ള ഇഷ്ടം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പം ഇന്ന് ആണെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പാട്ടിനോടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് ആ ഒരു അങ്ങനെ. ഇഷ്ടം കൊണ്ട്. അതെ അതെ. അപ്പം അതിൻ്റെ അത് മനോജ് സാറിന്റെ ഒച്ച അതിൽ വോയിസ് കേൾക്കുമ്പോ എന്ത് സ്വീറ്റ് ആണെന്ന് അറിയാം. ആ പാട്ടിന്റെ ഇപ്പൊ ആ ഒരു അവതരണം നന്നായിട്ടുണ്ട്. ഒന്നിച്ചുള്ള ആ ഫീമെയിൽ വോയിസ് ആയിരുന്നോ സാറേ? അത് വൈഫിന്റെ തന്നെയാണ്. ഗുഡ്, വെൽ ഡൺ. ഞങ്ങള് ചിലപ്പോ വോയിസ് ഓവർ എന്തെങ്കിലും വരുമ്പോൾ അജിത എന്നാണ് വൈഫിന്റെ പേര്. അജിതയുടെ വോയിസ് നല്ല ത്രോ ഉള്ള വോയിസ് ആണ്, അതെ പാടുന്നില്ല. അതെ അതെ. അപ്പൊ അങ്ങനെ നല്ല എന്തെങ്കിലും ഡബിങ്ങിനെല്ലാം പറ്റിയതാണ്. പക്ഷെ ആളിനൊരു മൂഡ് വരണം. അപ്പോഴേ പിന്നെ ഞാൻ പറയുമ്പോൾ പിന്നെ ഈ ഇവിടെ ഉള്ളവരെ സാറിന്റെ പ്ലാറ്റ്ഫോമിലുള്ളവരെ ആളിനറിയാം. അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് എഴുതിയിരുന്നു. ഇന്നലെ രാത്രി സാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എഴുതണമല്ലോ നമ്മൾ പറയാം. അപ്പോൾ വീട്ടിൽ ചെറിയ സ്റ്റുഡിയോ നമുക്ക് ചെയ്യാം. ഇവിടെ ലാപ്ടോപ്പിലൊക്കെ ഇരുന്നിട്ട് ചെറിയ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഞാൻ തന്നെ കൊണ്ടുവന്ന്, അങ്ങനെ ഒരു സന്തോഷം. അതിന് രാവിലെ മുതൽ ഞങ്ങൾ രണ്ടും കൂടെ കുത്തിയിരിക്കുക തന്നെ. അങ്ങനെ പിന്നെ വോയിസ് ഓവറൊക്കെ എടുത്തു, അങ്ങനെ എഡിറ്റ് ചെയ്തു. അത് വേറൊരു നന്നായിട്ടുണ്ട്. അതിന്റെ അത് നന്നായിട്ടുണ്ട്. ആ വോയിസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക വോയിസ് കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗി വേണമല്ലോ. അപ്പം അതിന് നമ്മളെ നമുക്ക് അറിയുന്ന പോലെ ചെയ്യാം, അത്രേ ഉള്ളൂ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഹരി ഒന്നും പറഞ്ഞില്ലല്ലോ. ഹരി ഒരു പാട്ടുകാരനാ, മിണ്ടുന്നില്ല. ഹരി പറയും. ഓമനമാനൊന്നും പാടിയില്ലല്ലോ. രണ്ടുപേരും പാടാൻ കേട്ടോ. ഹരിക്കൊരു പാട്ടിട്ട് കൊടുക്ക് സാറേ, പാടിക്കാതെ വിടരുത്. റെഡിയാണോ ഹരി? റെഡിയാണോ? അടുത്ത തവണ മുങ്ങും, അതാ കുഴപ്പം. ഓമനമാവൊന്നും പാടി കേട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം സി യു. അടുത്ത ആഴ്ച കാണാം. നാളെ മനോജ് സാറിന്റെ ക്ലാസ് കേൾക്കും. ഓക്കെ, സി യു.